ഞാൻ കാലത്ത് എണീറ്റിരിക്കുന്നു. ഇത്തിരി ലേറ്റ് ആയിട്ടോ, എത്ര മണി, അറൗണ്ട് 10 മണിയായി. ഇവിടെ നിന്ന് വ്യൂ നല്ല. ഞങ്ങൾ അമ്പലത്തേക്കായിട്ട് ഇറങ്ങിയിരിക്കുന്നു. വണ്ടിയിലാണ്. ഇതിപ്പോൾ എത്താറായി. ഓൾമോസ്റ്റ് 3 കിലോമീറ്റർ കൂടി ഉള്ളൂ. അടുത്ത് തന്നെയായിരുന്നു, എടുത്ത ഹോട്ടലും അടുത്ത് തന്നെയായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ എത്താറായി. ഇത് ബ്രാംപ്ടൺ എന്ന് പറഞ്ഞൊരു സ്ഥലത്തിൻ്റെ അടുത്താണ് ഈ അമ്പലം വരുന്നത് കേട്ടോ. നാട്ടിലത്തെ ആ പാടങ്ങളുടെയൊക്കെ ഒരു പാടത്തൂടെ പോണ പോലെ തോന്നുന്നുണ്ടല്ലേ. ഇവിടെ ഞാൻ കണ്ടിട്ടുള്ളതിൽ ലൈക്ക് അടിപൊളിയായിട്ട് അമ്പലം പോലെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു സ്ഥലം ഇത് തന്നെയാണ് കേട്ടോ. ലൈക്ക് അമ്പലം പോലെ അല്ല, അമ്പലമായിട്ട് തന്നെ. എൻ്റെ വണ്ടി വാങ്ങിച്ചപ്പോൾ ഇവിടെ കൊണ്ടിട്ടാണ് പൂജിച്ചത്. ഇതിപ്പോൾ ഇവിടെ ഒരു വണ്ടി പൂജിക്കാൻ വെച്ചോക്കണ കണ്ടോ. അമ്പലം എനിക്ക് പ്രസാദമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. എൻ്റെ കൈ ഇപ്പോഴും മറ്റേ സാധനത്തിൻ്റെ ഉള്ളിലാണ്. 2 ഉണ്ണിയപ്പം എന്ന് പറഞ്ഞാൽ 2 പാക്കറ്റ് ഉണ്ണിയപ്പം, ഒരു ചെറിയ ഇത് എന്താ പറയുക പായസം വാങ്ങിച്ചിട്ടുണ്ട്. അത് ഇന്ന് കഴിക്കാൻ, വണ്ടിയിൽ നിന്ന് കഴിക്കാൻ. നല്ല തിരക്കുണ്ട്, കല്യാണമൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ. കൂടുതൽ നേരം ഇരുന്നില്ല, എന്നിട്ട് അരമണിക്കൂറിന് മുകളിലിരുന്നു തോന്നുന്നു. പക്ഷെ അല്ലെങ്കിൽ ഞാൻ അവിടെ പായൊക്കെ ഇട്ട് തരും. ഒരു കുറേ നേരം നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം. അവിടെ എത്ര ഭജനയൊക്കെ ചൊല്ലും ഒത്തിരി നേരം കഴിഞ്ഞാൽ. നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇറങ്ങി. ഞങ്ങളിപ്പോൾ മിസിസാഗയിൽ തന്നെ വൺ ഓഫ് ദ ബിഗ്, മിസിസാഗയില ടൊറൻറ്റോയിലത്തെ ഇതല്ല, മിസിസാഗയിലത്തെ ഒരു വലിയ മോളിൽ വന്ന് നോക്കുക, സ്ക്വയർ 1. പിന്നെ മിസിസാഗയിൽ എടുത്തായിരുന്നു ഗുരുവായൂർ. അപ്പോൾ ഇവിടെ തന്നെ വരാമെന്ന് വിചാരിച്ചു. ഇവിടെ ഒത്തിരി ക്രീമും സാധനങ്ങളും ഇന്നലെ പോയിട്ടൊന്നും കിട്ടിയില്ല. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി കയറി നോക്കാം. നാട്ടിലത്തെ മറ്റേ തെരുവ് ഷോപ്പിംഗ് ആണെങ്കിൽ ഇവിടെ നല്ല വിലയുണ്ടെന്ന് തോന്നുന്നുണ്ടേ. ഇതല്ല, ഞാൻ റോളോ പാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ക്രീപ്പ് ഉണ്ടാക്കി ഉടനെ. ഞാൻ അത് കഴിഞ്ഞിട്ട് അതല്ലാതെ എനിക്കിവിടെ വേറെ ഇവിടുത്തെ ക്രീപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ ഇവിടുത്തെ ട്രൈ ചെയ്ത് നോക്കട്ടെ. ലിറ്ററലി തന്നെ ഇതോടെ ഞാനത് ഉപയോഗിച്ച് അവിടെ ഉണ്ടാക്കുന്നതാണ് സ്വീറ്റ് ക്രീം. കണ്ടോ, അതാദ്യം ഈ ക്രീപ്പിനെ മാറ്റി വെച്ചിട്ട് ഇവിടെ കൊണ്ടുവച്ച് ന്യൂട്ടലും മാഷ്മെലും ഒക്കെ ഇട്ടിട്ട് അവിടെ ഉണ്ടാക്കുന്നത്. ചേച്ചി മലയാളിയാണ്, കാടൊക്കെ ഉണ്ട്. ഫസ്റ്റത്തെയാണ് എൻ്റെ പാക്കറ്റ് ഉള്ളത്. ഈ മച്ച അടിപൊളിയാണ്. മച്ചിൻ്റെ ഫെറർ റോഷസിൻ്റെ ഫ്ലേവർ അടിപൊളി. താങ്ക് യു. ചിക്കൻ സീസറും ചിക്കൻ എന്താ ചെറിയാക്കിയ കാലിഫോർണിയ ചിക്കനും ചിക്കൻ സീസറും എങ്ങനെയുണ്ടെന്നു പറയൂ. ക്വാണ്ടിറ്റി ഞങ്ങൾ പണ്ടുണ്ടാക്കണേക്കാളും ഭയങ്കര കൂടുതലാണ്. ചിക്കനും മഷ്റൂമും ഒക്കെ കുറേ ഇട്ടുണ്ട്. ഞങ്ങൾ ഇത്രയൊന്നും ഇല്ലാത്തില്ല. ഭയങ്കര ഫില്ലിംഗ് ആണ്. ഞങ്ങൾ സ്നാക്കായിട്ട് ഞങ്ങൾ പണ്ട് വിറ്റ് തുടങ്ങി. പക്ഷെ ഇതൊരു മീലാണ്, ഉള്ളൊരു മീലാണ്. കുറേ ഉണ്ട്. കയ്യില്ലാത്തതിൻ്റെ പ്രശ്നം നിങ്ങൾ ഫുഡ് അടിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഫുഡ് അടിച്ച് ഇപ്പോൾ ക്രീപ്പിനെ കുറിച്ച് പറയാൻ വെച്ചാൽ എനിക്ക് ഞങ്ങളുടെ ക്രീപ്പ് തന്നെ ഇഷ്ടം. ഇതിൽ ക്വാണ്ടിറ്റി കുറേ ഉണ്ട്. ചീസും ചിക്കനും ഒക്കെ നല്ല രീതിയിലുണ്ട്.
പക്ഷേ ടേസ്റ്റ് എനിക്ക് ഞങ്ങളുടെ തന്നെ ഇഷ്ടം. അത് എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഉണ്ടാക്കി ശീലിച്ച കാരണമായിരിക്കും. ഇതിൽ കുറേ ഉണ്ട്, ഞാൻ വയറ് നിറയും. യൂണിക്ലോയിൽ വന്നിരിക്കുക. ഇവിടെ ടീഷർട്ടുകളും നല്ല ടീഷർട്ടുകളും ഇവിടുത്തെ ഒരു കൊറിയൻ സ്റ്റൈൽ ഡ്രസ്സിങ്ങാണ്. എന്തെങ്കിലും ഒരു പാൻറ്റാ ഷർട്ടാ അല്ലെങ്കിൽ ഒരു ബനിയനൊക്കെ നോക്കാൻ വന്നിരിക്കുകയാണ്. 3 ടീഷർട്ടും 4 ടീഷർട്ടും ഒരു പാൻറ്റും 5 സോക്സും 4 സോക്സും വാങ്ങിച്ചു. കിങ്സ്റ്റനാട്ടോ ഭേദം. കിങ്സ്റ്റൺ ഇത്ര തിരക്കൊന്നുമില്ല. ഇത് എന്ത് തിരക്കാ നോക്കി, നിറച്ച് തിരക്ക്. നമുക്കൊരു കടയിൽ കയറി കഴിഞ്ഞാൽ ഒരു ചായ വാങ്ങിക്കാൻ പോലും 1 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. മറ്റേ യൂണിക്ലോന്ന് ഡ്രസ്സ് വാങ്ങിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സുക്കോഷി മാർട്ട് എന്ന് പറഞ്ഞ ഒരു കൊറിയൻ ബുട്ടീക്കിലാണ്. പക്ഷെ ആ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി ഇത്ര വലിയ വെയിറ്റിലേക്ക് കയറാൻ പോലും ഒരു മോളിൽ ഇത്ര വെയിറ്റിംഗ് ഉണ്ട്. ഞങ്ങൾ കിങ്സ്റ്റണിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് ഇതൊക്കെ വലിയൊരു സംഭവമാണ്. ഞങ്ങൾക്ക് തിരക്കൊന്നുമില്ല. ഞങ്ങൾക്ക് കയറത്ത് ഏതെങ്കിലും കടയിൽ കയറിപ്പോയി എന്ത് വേണമെങ്കിലും വാങ്ങിക്കാം. സ്റ്റുപ്പിട്ടറിൻ്റെ പീപ്പിൾസ്. അതെ ഉള്ളത് അങ്ങനെ. എന്നാലും നമുക്കിങ്ങനെ വെയിറ്റ് ചെയ്ത സമയങ്ങളുണ്ടല്ലോ, നമ്മുടെ സമയമല്ല അത്യാവശ്യം അടിപൊളി ബ്രാൻഡാണ്. ആ കടയിൽ നിന്ന് ഇറങ്ങി എന്ത് പറയാന്ന് തോന്നുന്നു. അവിടെ നിന്ന് ഷോപ്പ് ചെയ്തിട്ട് പൊട്ടി തിറക്കം നടന്നിട്ട് വെള്ളം തയ്ച്ച്. അപ്പോൾ ഇവിടെ വെള്ളക്കടയിൽ നിന്നില്ല. അപ്പോൾ സാധാ ടെട്ര പാക്കിൽ വെള്ളം കിട്ടും. കാണിച്ചേ ഫ്ലോ. അപ്പോൾ ഇതൊരെണ്ണം വാങ്ങിച്ച് ഏതെങ്കിലും ഒരു ജ്യൂസ് വാങ്ങിച്ച് വിടുന്ന സ്ഥലം വിടാനാണ്. ഇതായിട്ടൊന്ന് പുറത്തിറങ്ങുന്ന വെച്ചാൽ $1000 ടോട്ടൽ എക്സ്പെൻസ്. $1000. ഞങ്ങൾ തിരിച്ചിറങ്ങി ഗൈസ്. മടുത്തു. ടൊറന്റോ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. GTA എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. സത്യം അറിയാലോ, എന്ത് തിരക്കാ. ഒരു സമാധാനം ഒട്ടും എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഭ്രാന്ത് പിടിക്കുക ലിറ്ററലി. ഒരു സാധനം വാങ്ങിക്കാൻ കേടി പോയോ ആ വാങ്ങിക്കാനുള്ള മൂഡ് തന്നെ പോകും. സൗണ്ട് എന്ന് പറഞ്ഞു 45-50 മിനിറ്റ് ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് വാങ്ങിക്കാൻ യൂണിക്ലോയിൽ പോയിട്ട് ഡ്രസ്സ് വാങ്ങിക്കണേക്കാളും മുമ്പ് ട്രൈ ചെയ്ത് നോക്കില്ലേ. ആ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടുള്ള ലൈൻ, അതും എത്ര വലിയ ലൈനാണെന്ന് അറിയൂ എൻ്റെ പൊന്നെ. അപ്പം അങ്ങനെയൊക്കെ സമയം പോണേ. ഈ പ്രാന്ത് പിടിക്കും. മര്യാദയ്ക്കൊന്നും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. ഇന്ന് എല്ലാത്തിനും കാരണം ഇന്നലത്തെ സിനിമയാണ്. ആ വളിപ്പ് സിനിമ കാണാൻ കാരണമാണ്. ആ സിനിമ വളിപ്പായി തോന്നിയ തൊട്ട് ആ സിനിമ ഷോക്കായിട്ട് തോന്നിയപ്പോൾ തൊട്ടിട്ട് എല്ലാ ഷോക്കായിട്ട് തോന്നിട്ട് എനിക്ക്. സാരില്ല, ഇങ്ങനെ തന്നെയാ. സത്യം പറഞ്ഞാൽ കിങ്സ്റ്റനോട് ഒരു റെസ്പെക്ട് ഇങ്ങനെ തോന്നുന്നു നമുക്ക്. ഓഫ്, എന്ത് അടിപൊളി സ്ഥലമല്ലേ. നമുക്ക് എനിക്കറിയില്ല, അത് ഫെബയ്ക്ക് ബോധമില്ലാത്ത കാരണ. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളൊരു ഫാമിലി ആയിട്ട് നിൽക്കാൻ പറ്റില്ല എന്തായാലും. 100%. ഭ്രാന്ത് പിടിച്ച ആൾക്കാർ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി കൊല്ലും, വട്ട് പിടിക്കും. എൻ്റെ പൊന്നി, ഈ തിരക്കിൻ്റെ ഇടയിൽ കുട്ടികൾ കാണിച്ചു വിടുന്ന കാണണം. അയ്യോ, ബ്ലോക്ക് നോക്കൂ. പേടിപ്പിക്കല്ലേ. ഞങ്ങൾ തിരിച്ചിപ്പോൾ കിങ്സ്റ്റണിൽ എത്താറായി. ഇപ്പോൾ ഇവിടെ ഒരു പോർട്ട് ഹോപ്പ് എന്ന് പറഞ്ഞൊരു ഓൺ റൂട്ട് ഞാൻ അന്ന് കാണിച്ചെന്നുണ്ടായിരുന്നില്ലേ. ഞാൻ കാണിച്ചു ഓൺ റൂട്ട്. ഇവിടെ ഇത് ഹൈവേ ആണ്. അവിടെ മറ്റത്ത് ഹൈവേ ആണ്. പോണ വഴിയിൽ ഇവിടെ ഗ്യാസ് സ്റ്റേഷനും ഇവിടെ സ്റ്റാർബക്സും, ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഇവിടെ ആൾക്കാർ റെസ്റ്റൊക്കെ ചെയ്യും. ഇതിൻ്റെ ഉള്ളിൽ വാഷും ഇതിങ്ങനെ ഫുഡൊക്കെ കഴിക്കാനുള്ള സ്ഥലവും ചെറിയൊരു മറ്റേ സൂപ്പർ മാർക്കറ്റ് പോലെ, സൂപ്പർ മാർക്കറ്റല്ല ചെറിയൊരു മാർക്കറ്റും വാഷ്റൂമുകളൊക്കെ ഉണ്ട്. ഇവിടെ വാഷ്റൂം, അവിടെ കാപ്പി, കോൾഡ് കോഫിയാണ്. പിന്നെ ഇവിടെ എന്തോ ഒരു തേങ്ങ വാങ്ങിച്ചു. എന്തോ ഒരു സമ്മർ സ്പെഷ്യൽ സമ്മർ സ്കൈ, ഒരു ബബിൾ കത്തിൻ്റെ ടേസ്റ്റുള്ള ഒരു വൃത്തിയായിട്ട് ഡ്രിങ്ക്. പിന്നെ ഒരു ക്രോസാണ്ടും വാങ്ങിച്ച് ഇനി തിരിച്ച് കിങ്സ്റ്റൺ എത്താം. പെട്രോൾ അടിക്കണം അല്ലേ? കാര്യമില്ല, പെട്രോൾ എങ്ങനെയാണ് അടിക്കാന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ടാപ്പ് ചെയ്യാനുള്ള സംഭവമുണ്ട്. യൂഷ്വലി ടാപ്പ് ചെയ്യാനുള്ള സംഭവം ഇല്ലെങ്കിൽ കാർഡ് കയറ്റി പിന്നെ അടിക്കാം. പക്ഷെ നമുക്ക് ഇവിടെ ടാപ്പ് ചെയ്യാം. അപ്പോൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തുറക്കാം. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് നാട്ടിലും ഉണ്ടല്ലോ കുറേ ടൈപ്പ് പെട്രോൾ, റെഗുലർ, പ്ലസ്, പ്രീമിയം. നമ്മൾ എടുക്കുക, റെഗുലർ നിൽക്കുക,
അടിക്കുക. ഇത്രേ ഉള്ളൂ. ഇങ്ങനെ പൈസ പോകണം നമ്മൾ നോക്കി നമ്മൾ കണ്ണീര് ഇങ്ങനെ ഒലിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ആ ഒരു സുഖം വേറെയാ അല്ലേ? എന്തേ എത്തിയിരിക്കുന്നു. കിങ്സ്റ്റണിൽ എത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായി വീട്ടിൽ കഴിക്കാനൊന്നുമില്ല. അപ്പോൾ ഗ്രോസറി വാങ്ങിക്കാൻ പോവാണ്. ഇതൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് നാളെ കാണാം. ഇവിടെ ഒരു വെടിക്കെട്ടുണ്ട്. പക്ഷെ എനിക്കാകെ വയ്യ വെടിക്കെട്ടിന് പോവാൻ. ചിലപ്പോൾ പോവാൻ ഞാൻ വീഡിയോ ഇടാം, അല്ലെങ്കിൽ ഞാൻ നാളെ കാണാം. ഓക്കെ ബൈ.